ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു പൈനാപ്പിളാണ്. ഈ പൈനാപ്പിൾ കൊണ്ട് ഒരു ഡിഷ് ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. ഈ പൈനാപ്പിളിനെ കുറിച്ച് ചെറിയൊരു ഇൻഫർമേഷൻ എനിക്ക് അറിയാമെന്ന് ഞാൻ എനിക്ക് ഷെയർ ചെയ്യാം. ആക്ച്വലി ദിസ് ഇസ് എ സൗത്ത് അമേരിക്കൻ ഫ്രൂട്ട്. കോസ്റ്റോറിക്ക എന്ന് പറഞ്ഞ കൺട്രിയിലാണ് അത് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് നോ വേ റിലേറ്റഡ് വിത്ത് പൈൻ, ഇറ്റ്സ് നോ വേ റിലേറ്റഡ് വിത്ത് ആപ്പിൾ, ബട്ട് ദ ഷേപ്പ് അതുകൊണ്ട് മാത്രം നമ്മൾ ഇറ്റ്സ് കോൾഡ് ആസ് പൈനാപ്പിൾ. പിന്നെ ഇതിലൊരു എൻസൈം അടങ്ങിയിട്ടുണ്ട്, ബ്രോംലിൻ. ഇറ്റ് വിൽ ഹെൽപ്പ് ആസ് എൻ ഏജന്റ് ടു ടെൻഡറൈസ് ദ മീറ്റ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. സോ വി ആർ സ്റ്റാർട്ടിങ് അവർ മെനു. പൈനാപ്പിൾ പച്ചടിക്കുള്ള സൈസിൽ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. ആദ്യം എടുത്തു. ഇതിൻ്റെ മൂക്കൊന്ന് കളഞ്ഞാൽ വേഗത്തിൽ വെന്ത് കിട്ടും. മൂക്ക് വേസ്റ്റുന്ന വലിയ കാര്യം നമുക്ക് പച്ചക്ക് കഴിക്കാം, ഇങ്ങനെ കഴിക്കാം. അതിൻ്റെ മൂക്ക് നമ്മൾ കളഞ്ഞു. മൂക്ക് കളഞ്ഞതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്യാൻ പോകണം. പൈനാപ്പിൾ ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനെ വേവിക്കണം. ഒരു പാൻ എടുത്തിട്ട് പാനിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത പൈനാപ്പിളിനെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഇടണം. പൈനാപ്പിൾ നമ്മൾ ചോപ്പ് ചെയ്ത പൈനാപ്പിൾ പാനിലിട്ടിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. പൈനാപ്പിളിന് കുറച്ച് വേവുള്ളതാണ്, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അടുത്തത് കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ കൊടുക്കാം. സ്റ്റൗ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം. ഞാൻ കല്ലുപ്പാണ് കൊടുക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പൊടിയുപ്പിടങ്ങി കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കുക. ഞാൻ കല്ലുപ്പ് കൊടുക്കും. കല്ലുപ്പ് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഒന്ന് ഇളക്കിയിട്ട് ലിഡിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ വേഗം വെച്ചിട്ടുണ്ട്. മീൻ ടൈം നമുക്ക് പൈനാപ്പിൾ പച്ചടിക്കുള്ള അരവ് എടുക്കാം. ഞാൻ എടുത്ത പൈനാപ്പിൾ ഏകദേശം ഒരു 200 ഗ്രാം പൈനാപ്പിൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങ, ഒരു 2-3 പച്ചമുളക്. ചെറിയ പച്ചമുളകായതുകൊണ്ട് ഞാൻ ഒന്ന് എക്സ്ട്രാ ഇട്ടുണ്ട്. പച്ചമുളക്, ഒരു ശകലം കടുക് കൂടരുത്. കടുകിന് ടേസ്റ്റ് ഉണ്ടാവുന്നതാണോ എന്നാൽ ഒട്ട് കൂടാനും പാടില്ല. ശകലം കടുക്. ഇതാണ് പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ട. കുറച്ച് തേങ്ങ, പച്ചമുളക്, കടുക് കൂടെ മിക്സിയിലിട്ട് അരച്ചെടുത്ത അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പൈനാപ്പിൾ പച്ചടിയിൽ ചേർക്കാൻ പോകുന്നത്. ഇത് ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ചോപ്പ് ചെയ്തിട്ട് വേവിക്കാൻ വെച്ച പൈനാപ്പിൾ പച്ചടി ഉണ്ടല്ലോ, അതിന് സോൾട്ട് മഞ്ഞപ്പൊടിയോ കൊടുക്കുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിന് പൈനാപ്പിളിന്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം. ഇതിന് മധുരം കുറച്ചുള്ള പൈനാപ്പിളാണ്, അതുകൊണ്ട് അത്രയ്ക്ക് ഷുഗർ വേണ്ട. എന്നാലും ഞാനൊരു 3-3.5 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ ആഡ് ചെയ്യാതിരിക്കാൻ കാരണം പൈനാപ്പിൾ വേകാതിരിക്കാൻ ഒരു കാരണമായി മാറും. അതുകൊണ്ട് പാതി വേവായതിനു ശേഷം നമ്മൾ ഷുഗർ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഷുഗർ ആഡ് ചെയ്തിട്ട് അത് ഒന്നുകൂടെ കിടന്ന് ഷുഗറും സോൾട്ടും പൈനാപ്പിളും കൂടെ നന്നായി കിടന്ന് വേകട്ടെ. ഒന്നുകൂടെ അടച്ചു വയ്ക്കട്ടെ. നമ്മുടെ പൈനാപ്പിള് പഞ്ചസാരയൊക്കെ ഇട്ട് വെന്ത് നന്നായി ഒരു പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്യാൻ പോണത് അധികം പുളിപ്പില്ലാത്ത, എന്നാൽ കുറച്ച് പുളിപ്പ് വേണതാണ്, ആ തൈരാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. തൈര് പൈനാപ്പിൾ പച്ചടിയിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത്ര മതി. ഈ തൈരൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ചോപ്ഡ് പൈനാപ്പിൾ, ഉപ്പ്, മഞ്ഞൾപ്പൊടി,
തൈര്, പഞ്ചസാര, ഇത് ഇത്രയാണ് ഇട്ടിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അതിൻ്റെ മസാല. ഈ മസാല കൊടുക്കാൻ പോകണം. മസാല കൊടുത്തു. മസാല കൊടുത്തിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. അതിൻ്റെ പച്ചച്ചൂരൊക്കെ ഒന്ന് പോകണം. ഇതാണ് നമ്മുടെ പാലക്കാടൻ സദ്യകളിൽ വിളമ്പുന്ന പൈനാപ്പിൾ പച്ചടി. ഇങ്ങനെ കുറച്ചുകൂടെ ഒന്ന് വിളമ്പുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ കാണാനൊരു ചന്തത്തിനും കഴിക്കാനൊരു കൗതുകത്തിനും കുറച്ച് ഗ്രേപ്സ് ആഡ് ചെയ്യാറുണ്ട്. ഞാൻ കുറച്ച് ഗ്രേപ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഗ്രേപ്സ് കൂടെ നമുക്ക് അത് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടിട്ട് ഇളക്കിയാൽ മതി. അതിനുശേഷം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നല്ല താളിപ്പ്, കപ്പൽമുളക്, കടുക്, കരുവേപ്പില, വെളിച്ചെണ്ണ, നല്ല ഉഗ്രൻ താളിപ്പ് കൂടെ ഇട്ട് അവിടെ വാങ്ങിക്കഴിഞ്ഞാൽ പൈനാപ്പിൾ പച്ചടി ഈസ് റെഡി ടു സർവ്. നമുക്കൊന്ന് എല്ലാം ഒന്ന് പാകണമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. യെസ്, പെർഫെക്റ്റ്. പൈനാപ്പിൾ പച്ചടി ഈസ് റെഡി. സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം താളിപ്പിടാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡിയായ പൈനാപ്പിൾ പച്ചടിക്ക് ഒരു താളിപ്പ്. താളിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. തക്ക വെച്ചു. വെളിച്ചെണ്ണ നിർബന്ധമായിട്ടും വെളിച്ചെണ്ണ ആയിരിക്കണം. ഡോണ്ട് യൂസ് എനി അതർ ഓയിൽ. മതി, അത്രയേ വേണ്ടൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക, കരുവേപ്പില, കാഞ്ഞമുളക് ഇട്ടിട്ട് താളിപ്പ് റെഡിയാക്കാം. എണ്ണ ചൂടായി, കടുക് ഇടാം. അത്രയും കറിവേപ്പില, താളിപ്പ് റെഡി. താളിപ്പ് റെഡി. ഇനി നമ്മൾ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേപ്സ്. യെസ്, അടച്ചു വയ്ക്കുക. കുറച്ചൊന്നങ്ങനെ ഇത് സെറ്റായിട്ട് കൂടെ അടിക്കണം. നമ്മുടെ താളിപ്പും ഗ്രേപ്സും എല്ലാം ഇട്ട് ഫിനിഷായിട്ടുള്ള സെർവ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഗ്രേപ്പും കൂടെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാനിങ്ങനെയാണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഒരു പൈനാപ്പിൾ വാങ്ങിയിട്ട് ഇതുമാതിരി ഒരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇപ്പോൾ സാധാരണ സദ്യകൾക്കൊക്കെ ഏത് സദ്യക്ക് പോയാലും പൈനാപ്പിൾ പച്ചടി എന്നുള്ളതൊരു മെയിൻ ഐറ്റമാണ്. ഇലത്തുമ്പത്തില്ലാത്ത സദ്യകളില്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. വീട്ടിലുണ്ടാക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.